കാൻകാഹിൽ വീണ്ടും ഒരു സായാഹ്നം കൂടി വന്നെത്തുകയാണ്. കാലുകളെ തോൽപ്പിച്ച് മനസ്സുകൾ പർണശാലയിൽ ഇടം പിടിക്കാൻ വെമ്പുകയാണ്. ഒലീവ് ചില്ലകളിൽ കാറ്റ് പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാനിന്ന് അല്പം വൈകിപ്പോയോ? അസ്ർ നിസ്കാരം കഴിഞ്ഞ് ഒരുപാട് നേരം ഇരുന്ന് കരഞ്ഞുപോയി. ഇന്നലകളുടെ ഇരുളാണ്ട ഇടവഴികളിൽ പാളിപ്പോയ ജീവിതം. കണ്ണീര് കൊണ്ട് ഹൃദയം കഴുകുമ്പോൾ ഒരാശ്വാസം പോലെ. ഈ പർണശാലയും ദർവേഷുകളും മാത്രമാണിപ്പോൾ എൻ്റെ ലോകം. അല്ലെങ്കിലും ജീവിതം എന്തുമാത്രം സ്വാർത്ഥകമാണെന്ന് ഈ മണ്ണിലെത്തിയപ്പോഴാണല്ലോ ഞാൻ അറിഞ്ഞത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹദ്റത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം പുണ്യനബി എൻ്റെ തോളിൽ കൈവച്ച് പറഞ്ഞു, നീ ദുനിയാവിൽ വഴിയാത്രക്കാരനായ പരദേശിയെപ്പോലെ കഴിയുക. കൂട്ടുകാരെ, ആ ഇബ്നുൽ ഉമർ പറയുമായിരുന്നു, നീ പ്രഭാതത്തിലായാൽ പ്രദോഷത്തെ പ്രതീക്ഷിക്കരുത്, നീ പ്രദോഷത്തിലായാൽ പ്രഭാതത്തെയും പ്രതീക്ഷിക്കരുത്. നീ നിന്റെ സൗഖ്യകാലത്ത് രോഗകാലത്തേക്ക് വേണ്ടിയുള്ള ഒരുക്കുന്ന സാധനങ്ങൾ തയ്യാറാക്കിക്കൊള്ളുക. നിന്റെ ജീവിതകാലത്ത് മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കുന്ന സാധനങ്ങൾ തയ്യാറായിക്കൊള്ളുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസയെ അനുഗമിച്ച് ഖബർസ്ഥാനിലെത്തുകയാണ്. അവിടെ നിന്നൊരു ഖബറിൻ്റെ സമീപം ഇരുന്നു. പിന്നെ നേർത്ത ശബ്ദത്തോടെ പറഞ്ഞു, എല്ലാ ദിവസവും ഖബർ വിളിച്ചു പറയുന്നുണ്ട്, ഓ ആദമിൻ്റെ മകനെ, നീ എന്നെ മറന്നുപോയിരിക്കുന്നു. ഞാൻ ഏകാന്തതയുടെ വീടാണ്, ഞാൻ അപരിചിതമായ വീടാണ്, ഞാൻ പുഴുക്കളുടെ ഭവനമാണ്. മുത്തുനബിയുടെ ആത്മഗതം ചെവിയിലിപ്പോൾ മുഴങ്ങുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ദുനിയാവിൻ്റെ സുഖാഡംബരങ്ങൾ, തിരക്കുകൾ, ബഹളങ്ങൾ എല്ലാം വലിച്ചെറിയപ്പെട്ട് ഒരു കടുത്ത ഒറ്റപ്പെടുത്തലിൻ്റെ വ്യതയുമായി താങ്ങാനാവാത്ത മനസ്സിൻ്റെ ഭിത്തികൾക്കിടയിൽ ഒരു നാൾ നാം കിടക്കേണ്ടവരാണ്. കൂട്ടുകാരെ, ഞാൻ ഈ പറയുന്നത് ശാന്തമായി കേട്ടുകൊള്ളുക. സമയകാലങ്ങളുടെ ഘടികാരമിടുപ്പുകളിൽ തേഞ്ഞു തീരുന്നത് നമ്മുടെ ആയുസ്സാണ്. എന്തോ എവിടെയോ അറ്റുപോകുന്ന നേർത്തൊരു നൂൽവര പോലെ. മരച്ചുവട്ടിലെ ഇത്തിരി തണൽ വിശ്രമത്തെയാണോ മനുഷ്യൻ ആർത്തി പൂണ്ട ആഘോഷമാക്കുന്നത്? പുണ്യനബി പറയുകയാണ്, ഒരിക്കൽ ഞാൻ അള്ളാഹുവിനെ വിശിഷ്ട രൂപത്തിൽ ദർശിച്ചു. അപ്പോൾ അള്ളാഹു എന്നോട് ചോദിച്ചു, ഓ മുഹമ്മദേ, മലക്കുകൾ എന്ത് കാര്യത്തിലാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്? എനിക്കറിയില്ല തമ്പുരാനെ, ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ്റെ അനുഗ്രഹമാകെ എൻ്റെ നെഞ്ചിൽ വച്ചു. എൻ്റെ നെഞ്ചിടമാകെ കുളിർമയായി. ആ ഹിമഗണ തണുപ്പിൽ ആത്മരഹസ്യങ്ങളുടെ കവാടങ്ങൾ എൻ്റെ മുന്നിൽ തുറക്കപ്പെട്ടു. എന്നിട്ട് അള്ളാഹു എന്നോട് ചോദിച്ചു, ഇനി പറയുക, മലക്കുകൾ എന്ത് കാര്യത്തിലാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, നാദാ, മനുഷ്യൻ്റെ ദറജാത്തുകൾ ഉയർത്തുന്നതിനിടയാകുന്ന കാര്യത്തിലും പാവങ്ങളെ പൊറുപ്പിക്കുന്ന കാര്യത്തിലും ജമാഅത്ത് നിസ്കാരത്തിന് നടന്നു പോകുന്ന പാദങ്ങളുടെ പ്രതിഫലത്തിൻ്റെ വിഷയത്തിലും തണുപ്പ് കാലത്ത് നല്ലവണ്ണം വുളൂഹ് ചെയ്യുന്നവരുടെ വിഷയത്തിലും ഒരു ജമാഅത്ത് കഴിഞ്ഞ് അടുത്ത ജമാഅത്ത് പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ മഹത്വത്തിലുമാണ് തമ്പുരാനെ. ഒരിക്കൽ ഒരാൾ ശൈത്താനോട് ചോദിച്ചു, എനിക്കും നിങ്ങളെപ്പോലെയാകണം, അതിനെന്താണ് മാർഗം? ഇങ്ങനെ ഒരാളും എന്നോട് ചോദിച്ചിട്ടില്ല. നിങ്ങളെ ഇതിലേക്ക് പ്രേരിപ്പിച്ച വസ്തു എന്താണ്? അപ്പോൾ അയാൾ പറയുകയാണ്, എൻ്റെ മനസ്സ് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ശൈത്താൻ പറഞ്ഞു, അതിനുള്ള മാർഗം ഇതാണ്, നിസ്കാരത്തിൽ അലസത കാണിക്കുക. സത്യമാകട്ടെ അസത്യമാകട്ടെ ഏത് കാര്യത്തിലും എപ്പോഴും ആണയിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അയാൾ പറയുകയാണ്, ഓഹോ, അപ്പോൾ അതാണ് കാര്യം. ഇനിയൊരിക്കലും ഞാൻ നിസ്കാരം ഉപേക്ഷിക്കില്ല, ഒരു കാര്യത്തിലും ആണയിടുകയുമില്ല. ഇതാ ഞാൻ അള്ളാഹുവിനോട് കരാർ ചെയ്യുന്നു. ശൈത്താൻ പറഞ്ഞു, ഇക്കാലം വരെ നീയല്ലാതെ ആരും എന്നോട് ഇപ്രകാരം കൗശലത്തിലൂടെ എൻ്റെ മാർഗം മനസ്സിലാക്കിയിട്ടില്ല. ഇനി ഒരു മനുഷ്യനും ഞാൻ നന്മ ഉപദേശിക്കുകയില്ലെന്ന് ഞാനിതാ ശപഥം ചെയ്യുന്നു. കൂട്ടുകാരെ, പിശാചിൻ്റെ മാർഗമാണ് നിസ്കാരം ഉപേക്ഷിക്കൽ.